ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രിൻസിപ്പിളാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ജലപ്രദക്ഷിണം എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു. ജലപ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിന് ചുറ്റിലും വെള്ളം ഒഴുകി പോകേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വീട്ടിൻ്റെ റൂഫിൽ വീഴുന്ന വെള്ളം എങ്ങനെയാണ് ഒഴുകി പോവേണ്ടതെന്ന് ഒരുപാട് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും വടക്കോട്ടും കിഴക്കോട്ടും ജലം ഒഴുകുക എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഒരു പർട്ടിക്കുലർ കേസ് എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു തെക്ക് ദർശനമുള്ളൊരു വീടാണെന്ന് വിചാരിച്ചു. സിറ്റിക്കകത്ത് വളരെ ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ആ വീടിരിക്കുന്നതെങ്കിൽ, നമ്മളിപ്പോൾ വീടിൻ്റെ ബാക്കിലോട്ടൊന്നും വിടാനോ പറമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയൊരു പ്ലോട്ടാണ്. ആ പ്ലോട്ടിലൊരു വീടിരിക്കുന്നു. അപ്പം തെക്ക് ദർശനമാണ് ഈ വീട്. അപ്പം ഈ വീടിനിൽ വീഴുന്ന വെള്ളം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തെക്കോട്ടൊഴുകി റോഡിലേക്ക് പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ റോഡിൽ ഉള്ള കനാലിലേക്ക് പോകുന്ന ഒരവസ്ഥയൊക്കെ, ഒരു ഓടയിലേക്ക് പോകുന്ന ഒരവസ്ഥയൊക്കെ ആയിരിക്കും സാധാരണ വരാറുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ദോഷം അല്ലേ എന്നുള്ള ചോദ്യം ഒരു വളരെ ജെന്യുവനായിട്ടുള്ള ചോദ്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയുന്നു വടക്കോട്ട് ഒഴുകണം അല്ലെങ്കിൽ കിഴക്കോട്ട് ഒഴുകണമെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തെക്കോട്ട് ഒഴുകുകയില്ലേ അത്? അപ്പോൾ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്കും വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് ഒരു ശരിയായ സംഭവം അല്ലല്ലോ എന്ന് തോന്നുന്നു. എല്ലാവർക്കും പറയുന്നൊരു പോയിന്റ്. അപ്പോൾ തെക്ക് ദർശനം അതുകൊണ്ടാണോ തെക്ക് ദർശനം എന്നുള്ള തെക്ക് ദർശനത്തിൽ വീട് വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നതെന്ന് ചോദ്യം പോലും ചോദിച്ചിട്ടുണ്ട്. കാര്യം സത്യമാണ്, തെക്ക് ദർശനത്തിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട ഡിഫിക്കൽറ്റി തന്നെയാണ് ഈ ഒരു കാര്യം. പക്ഷേ ഇവിടെയാണ് ഞാൻ നിങ്ങൾക്കൊരു പ്രത്യേക നിയമത്തിനെ കുറിച്ച് പറയുന്നത്, വാസ്തുവിൻ്റെ കൃത്യമായ ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മളിപ്പോൾ വടക്ക് ഭാഗം താഴ്ന്നു കിടക്കണം, തെക്ക് ഭാഗം പൊങ്ങിയിരിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ വടക്ക് ഭാഗത്ത് നമുക്കൊരു ചെറിയ മുറിയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗം നമ്മൾ വെളിയിലൊരു ഔട്ട് ഹൗസ് വല്ലതും ചെയ്തു പോയി, ഇത്തിരി ഹൈറ്റായി പോയി, അപ്പോൾ അതിനെ പൊളിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അങ്ങനെയല്ല. ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് അതിനേക്കാളും പൊക്കമുള്ളൊരു സ്ട്രക്ചർ ചെയ്തുകൊണ്ട് നമ്മളത് ബാലൻസ് ചെയ്യണമെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ എടുക്കേണ്ട റൂൾ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഫ്ലോ. അതായത് വാട്ടർ, നമ്മളിപ്പോൾ വെള്ളം തെക്കോട്ട് ഒഴുകുന്നു, ശരിയാണ്, ഓക്കെ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ അതിനെ നമ്മൾ കറക്കി വിടുക എന്ന് പറഞ്ഞാൽ, ഞാനിത് ശരിക്കും എൻ്റെ വീട്ടിൽ ഞാനത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിനകത്തുള്ളൊരു സത്യം. അപ്പം ഞാനത് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. അതിൻ്റെ ഫലം വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തത് കൊണ്ടും ഇത് പ്രാക്ടിക്കലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യമായതുകൊണ്ടുമാണ് ഞാനിത് പറയുന്നത്. കാര്യം വീടിനെ പ്രദക്ഷിണമായിട്ട് കറങ്ങി നോർത്തിലോട്ടും ഈസ്റ്റിലോട്ടും ലെങ്ത്ത് കൂടുതൽ ഫ്ലോ ചെയ്ത്, നോർത്തിലോട്ടും ഈസ്റ്റിലോട്ടുമുള്ള ഫ്ലോ എത്ര ഡിസ്റ്റൻസാണോ കൂടുതൽ വരുന്നോ ആ രീതിയിൽ മാക്സിമം കൂട്ടിക്കൊണ്ട് സൗത്തിലേക്കും വെസ്റ്റിലേക്കുമുള്ള ഫ്ലോ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സൗത്തിലേക്ക് ഒഴുകുന്നത് ഇപ്പോൾ നിങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒരു 19 മീറ്ററാണ് എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ 20 മീറ്ററാണ് നിങ്ങളുടെ ബാക്ക് ബൗണ്ടറിയിൽ നിന്ന് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വരെയെങ്കിൽ ആ 20 മീറ്ററിലേക്കാണല്ലോ നിങ്ങളുടെ തെക്കോട്ടൊഴുക്ക് വരുന്നത്. ആ 20 മീറ്ററിലേക്കുള്ള നിങ്ങളുടെ തെക്കോട്ടൊഴുക്ക് വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 40 മീറ്ററെങ്കിലും വരുന്ന രീതിയിൽ നിങ്ങൾ വടക്കോട്ടും കിഴക്കോട്ടും കൂടെ സമ്മപ്പ് ചെയ്യുമ്പോൾ, വടക്കോട്ടും കിഴക്കോട്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതൊരു 40 മീറ്ററോ 50 മീറ്ററോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മേജർ ഫ്ലോ ഈസ് ടുവേർഡ്സ് ദ നോർത്ത് ഓർ ഈസ്റ്റ്. മനസ്സിലായില്ലേ? അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. മേജർ ഫ്ലോ ഓഫ് വാട്ടർ ഷുഡ് ബി ടുവേർഡ്സ് ദ നോർത്ത് ഓർ ഈസ്റ്റ് എന്നുള്ളതാണ്. നമ്മളിപ്പോഴും പറയും, ഞാൻ പടിയുടെ കേസിൽ പറയുമ്പോൾ പറയും തെക്കോട്ട് പടിഞ്ഞാറോട്ടാണ് പടി കയറാൻ വാസ്തുവിധി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില സമയത്ത് നോർത്തിലോട്ടും ഈസ്റ്റിലോട്ടും കൂടെ പടി വരേണ്ട അവസ്ഥ വരും. നോർത്തിലോട്ടും ഈസ്റ്റിലോട്ടും കയറി അവസാനിപ്പിക്കും. അപ്പോൾ ഞാൻ പറയും മേജർ റൈസ് ഷുഡ് ബി ടുവേർഡ്സ് ദ സൗത്ത് ഓർ വെസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ മേജർ ഫ്ലോ, ഏറ്റവും കൂടുതൽ വെള്ളം ഒഴുകുന്ന ഇത് നോർത്തിലോട്ടും ഈസ്റ്റിലോട്ടും ആയിരിക്കണം. അതിനുശേഷം കറങ്ങി വരട്ടെ ഫ്രണ്ടിൽ. ഡയറക്റ്റായിട്ട് നിങ്ങൾ ഫ്രണ്ടിലെല്ലാം ഇൻ്റർലോക്ക് ഇട്ട് കൊടുത്ത് ഡയറക്റ്റായിട്ട് അതിനെ സൗത്തിലേക്ക് വിടാൻ ശ്രമിക്കാതിരുന്നാൽ മതി. സൗത്ത് കന്നിമൂല പൊങ്ങിയിരിക്കുക, എന്നിട്ട് അവിടെ നിന്ന് വെള്ളം കന്നിമൂല പൊക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് വെള്ളം അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. നോർത്തിലേക്ക് ഈസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന രീതിയിൽ വരും. നോർത്തിലോട്ട് ഫ്ലോ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഈസ്റ്റിലേക്ക് ഫ്ലോ ചെയ്തിട്ട് തിരിച്ചത് വന്ന് നേരെ തിരിച്ച് സൗത്തിലേക്കുള്ള ഡയറക്ഷനിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥ വരെ നോക്കുമ്പോൾ നോർത്തിലോട്ടും ഈസ്റ്റിലോട്ടുമുള്ള ലെങ്ത്ത് കൂടുക എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് എത്താൻ പറ്റും. ശ്രദ്ധിക്കുക, പ്രാക്ടിക്കലി വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനിത് പല സ്ഥലങ്ങളിലും പോയി പറഞ്ഞു കൊടുക്കുമ്പോൾ അയ്യോ ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ജലപ്രദർശനം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഉള്ളതുകൊണ്ട് തന്നെ
ഈ റൂള് നിങ്ങൾ ശ്രദ്ധിക്കുക. തെക്ക് ദർശനമായിട്ടുള്ള വീടാണ് നിങ്ങൾ വയ്ക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ റൂള് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഏറ്റവും കൂടുതൽ വെള്ളം വടക്കോട്ടും കിഴക്കോട്ടും ഒഴുകിയിട്ട് തിരിച്ച് തെക്കിലേക്ക് പോയി അത് പോട്ടെ, പുറത്തേക്ക് പോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കൊണ്ടുവരണം. ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കൺസൾട്ടിങ്ങിൽ ഞാൻ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ടെക്നിക്കലി ഗൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഞാൻ വാസ്തുപരമായിട്ടുള്ള ഗൈഡൻസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഞാൻ ഇത്തരം സൊല്യൂഷൻസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ വന്ന് നോക്കിയിട്ട് ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ജലപ്രദക്ഷിണം കൃത്യമാക്കി തരാം. ജലപ്രദക്ഷിണം കൃത്യമാക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാവും. അത് ശ്രദ്ധിക്കുക. വീട്ടിലെപ്പോഴും ജലം എന്ന് പറയുന്നത് വരുണദേവൻ്റെ പ്രസാദം. ജലം എന്ന് പറയുന്നത് വളരെ വളരെ അമൂല്യമായിട്ടുള്ളൊരു വസ്തുവാണ്. ഇപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് കുറേ വെള്ളം നമ്മുടെ പ്ലോട്ടിൽ തന്നെ നിൽക്കുന്ന രീതിയിലാക്കിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളം പുറത്ത് വിട്ടാൽ മതി. അതും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. ഓവർഫ്ലോ കൊടുത്തിട്ടെങ്കിൽ വിട്ടാൽ മതി. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ അത്തരത്തിൽ ടെക്നിക്കലായിട്ട് കൂടെ നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ജലപ്രദക്ഷിണം ശ്രദ്ധിക്കുക. ജലപ്രദക്ഷിണത്തിൽ നീരൊഴുക്ക് എപ്പോഴും വടക്കോട്ടും കിഴക്കോട്ടുമായിരിക്കണം കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.